ഹലോ ഗായ്സ്, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയം തോന്നിക്കുന്ന ആകെ ഒരു സാധനത്തിനോട് മാത്രമാണ് കേട്ടോ പായസമേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അരിയും ചെറുപയർ പരിപ്പും ഇട്ടുണ്ടാക്കുന്ന പായസം കേട്ടോ ഭയങ്കര ഇഷ്ടമേ. അപ്പോൾ നമ്മൾ ചെറുപയർ ഇങ്ങനെ വറക്കാൻ വെച്ചേക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ കാര്യമെന്നേ. അതെ, നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സോളം വരുന്നത് ചെറുപയർ പരിപ്പിട്ട് നമ്മൾ നല്ലപോലെ ചുമക്കെ വറക്കണം കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വറന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനോട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഉണക്കലരി കേട്ടോ. നമ്മുടെ പച്ചരി ഇതിനകത്ത് ഉപയോഗിക്കാം, പക്ഷേ എനിക്കിഷ്ടം ഉണക്കലരിയുടെ ആ ഒരു ചെറിയ സംഭവമൊക്കെ ഇങ്ങനെ തരിതരിപ്പുള്ളത് നമുക്ക് കടിക്കുമ്പോൾ കിട്ടണം കേട്ടോ. പിന്നെ തേങ്ങയ്ക്ക് അധികം പഞ്ഞം ഉള്ളതുകൊണ്ട് 2 തേങ്ങയിൽ നമ്മൾ കാര്യങ്ങൾ ഒതുക്കുക കേട്ടോ. 2 തേങ്ങയോ 3 തേങ്ങയോ 4 തേങ്ങയോ ഉണ്ടെങ്കിലും ടേസ്റ്റ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അതേ അപ്പോൾ നമ്മളിത് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അരി കഴുകി നമുക്ക് കൈയോടെ തന്നെ അടപ്പത്ത് വെച്ച് അങ്ങ് വേവിക്കാൻ വെച്ചേക്കാം കേട്ടോ. അതപ്പോൾ അവിടെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് കഴുകി വൃത്തിയാക്കി, പരിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. കാരണം കുക്കറിനകത്തിരുന്ന 2 വിസിൽ അല്ലെങ്കിൽ 1 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം സംഭവം വെന്ത് നല്ല സൂപ്പറായിട്ട് നല്ല കലങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല വെന്ത് കുറുകി വന്നാലാട്ടോ നമ്മുടെ ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോഴിങ്ങനത്തെ പായസമൊന്നും ആരും വെക്കുകയല്ലേ, കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്. തേങ്ങ പിഴിയണം, ഈ സംഭവങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ വലിയ കഷ്ടപ്പാടായതുകൊണ്ട് അങ്ങ് മാറ്റി വെക്കും. എനിക്കിതിനോട് പ്രണയമുള്ളതുകൊണ്ട് ഞാനിതങ്ങ് ഉണ്ടാക്കും കേട്ടോ. 2 തേങ്ങയോ 3 തേങ്ങയോ എത്ര തേങ്ങയോ ഉണ്ടല്ലോ, എനിക്ക് ചിരണ്ടാനും മടിയില്ല, പിഴിയാനും മടിയില്ല, ഒരു മടിയില്ല കേട്ടോ. പിന്നെ ഒരിച്ചിരി പാടുള്ളത് ഈ പിഴിയലിൽ മാത്രമാണ് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ തെള്ളുന്ന അരിപ്പയില്ലേ, അതിനകത്തേക്ക് അങ്ങോട്ട് വെച്ച് ഞാനങ്ങോട്ട് പാലങ്ങോട്ട് പിഴിഞ്ഞെടുക്കും കേട്ടോ. 1, 2, 3, 4 പാലൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി തീർന്നു പായസത്തിൻ്റെ അല്ലേ. തേങ്ങ ചിരണ്ടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ. പക്ഷേ തേങ്ങ ചിരണ്ടുന്ന നമുക്ക് പായസം വയറ് നിറച്ച് കുടിക്കാമല്ലോ എന്ന കാര്യം ഓർക്കുമ്പം തേങ്ങ ചിരണ്ടുന്നത് എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ തേങ്ങാപ്പാൽ 1, 2, 3 പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ച് കേട്ടോ. അതിനുശേഷം ഞാൻ 2 ശർക്കര, വലിയ മുഴുത്ത ശർക്കരയായിട്ട് എടുത്തേക്കുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് വന്ന ശർക്കരയ്ക്ക് ഒരു ഇച്ചിരി നിറവ്യത്യാസമുണ്ട് കേട്ടോ, നിറക്കുറവുണ്ട്, അതുമാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേ നമ്മൾ കുറച്ച് സാധനങ്ങൾ നെയ്യിൽ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പുണ്ട്, കടലയുണ്ട്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുണ്ട്, മുന്തിരിങ്ങയുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ല സൂപ്പറായിട്ട് നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. ഇച്ചിരി ഏറെ നെയ്യുണ്ടെങ്കിലും ഇച്ചിരി നെയ്യ് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ പച്ചച്ചൊവയിൽ ചിലതിനൊക്കെ പച്ചച്ചൊവ വരാറുണ്ടല്ലേ, അങ്ങനെ പച്ച മണം എന്ന് വെച്ചാൽ ആ ഒരു പച്ചച്ചൊവ വരാതിരിക്കാനായിട്ട്, വെള്ളച്ചൊവ എന്നൊക്കെ പറയുമല്ലേ, അത് വരാതിരിക്കാനായിട്ട് നമ്മൾ അധികം നെയ്യ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി ഏറെ നെയ്യ് വേണം കേട്ടോ. ആദ്യമേ തേങ്ങാക്കൊത്ത് നല്ലപോലെ വറുത്ത് അത്യാവശ്യം പകുതി വറവായി കഴിയുമ്പോൾ കോരുന്നവരുണ്ട്, പക്ഷേ എനിക്ക് കോരുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എല്ലാം ഞാനവിടെ അതിനകത്തോടെ ഇട്ട് എല്ലാം കൂടെ മിക്സാക്കി അങ്ങോട്ട് മാറ്റി വെക്കുകയുള്ളൂ കേട്ടോ. വേറെ പാത്രത്തിൽ കൂടെ പറ്റിച്ചാൽ നെയ്യും കൂടെ കളയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട കൂട്ടത്തിൽ 2-3 അണ്ടിപ്പരിപ്പും സാധനങ്ങളൊക്കെ ആദ്യം ചാടിയായിരുന്നു, അതെല്ലാം ഞാൻ ആദ്യം കോരി വെച്ചു. കാരണം ഇത് കരിഞ്ഞു പോകും കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ, ഈ തേങ്ങാക്കൊത്തിൻ്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടാലേ. അപ്പോൾ നമ്മുടെ ചുമക്ക് അത്യാവശ്യം ഒരു നല്ലപോലെ മൂത്ത് നല്ല മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഇളക്കം പരിപാടി അങ്ങ് നിർത്തി അങ്ങ് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് പണ്ട് ഏകദേശം മുന്തിരിങ്ങയൊക്കെ നല്ല വീർത്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ നല്ല മൂത്ത് സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര എടുത്ത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് നല്ല സൂപ്പറായിട്ടങ്ങ് മാറ്റി വെക്കണം കേട്ടോ. അന്നേരത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ദേടടാ കഞ്ഞിയെല്ലാം വെന്ത് ചെറുപയർ പരിപ്പും നല്ല സൂപ്പറായിട്ട് വെന്ത് നമ്മൾ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിനി ഇതെല്ലാം കൂടെ കൂടി അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ. ഇത് മിക്സ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ അടുപ്പത്തൊന്നും പറ്റത്തില്ല, നമുക്ക് ചെറിയൊരു ഉരുളി എടുക്കണം. ഇച്ചിരി അടികട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണെങ്കിൽ അത് നല്ലതാണ്, സൂപ്പറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് എടുത്തു വെക്കാൻ എനിക്ക് പാടായതുകൊണ്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഉരുളിയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇച്ചിരി അടികട്ടി ഉള്ളതാണെങ്കിൽ അലുമിനിയത്തിൻ്റെ ഉരുളിയാണ്, ഇൻഡാലിയമല്ല. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇനി ഒറ്റ മിക്സ് വെല്ലെന്ന് പറയുമല്ലോ, അതുപോലെ നമുക്ക് മിക്സാക്കി ഫുള്ളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ല സൂപ്പറായിട്ട് ഇളക്കി പാർക്കി മറിക്കണം കേട്ടോ. ഇളക്കെന്ന് പറഞ്ഞാൽ ഇളക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പറയുന്ന പോലെ ഇളക്കണം, നല്ല സൂപ്പറായിട്ട് ഇളക്കിയാൽ മാത്രമാണ് പായസത്തിന് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എത്രമാത്രം ഇളക്കി നമ്മൾ വേവിക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം പറ്റുന്നതനുസരിച്ച് നമ്മൾ 4-ാം പാലും 3-ാം പാലും അതുപോലെ തന്നെ 3-ാം പാലും അങ്ങനത്തെ ഇങ്ങനെ പാലുകൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക് എന്താ എടുക്കേണ്ടതെന്ന് അറിയുമോ, ശർക്കര പാനി കേട്ടോ. ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ശർക്കരയ്ക്ക് ഒരു ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ശർക്കര ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സെറ്റായിട്ടൊന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ. വലിയ കളറില്ലായിരുന്നു, മധുരം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നല്ല കളറില്ലായിരുന്നു. നല്ല കളർ കിട്ടുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ പായസത്തിൻ്റെ ശർക്കര നമ്മൾ ചോദിച്ചു മേടിക്കണം
വേണം കേട്ടോ. അറിയത്തില്ലാത്തവർ പോയി മേടിച്ച് കഴിഞ്ഞ് വെള്ള ശർക്കരയെ അവർ കൊടുത്തു വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ ശർക്കര എന്ന് പറഞ്ഞ് തന്നെ മേടിക്കണം. ഈ പായസത്തിൻ്റെ ശർക്കരയ്ക്കാട്ടോ ഏറ്റവും കൂടുതൽ മധുരമുള്ളത്. ബാക്കിയെല്ലാത്തിനും ഇച്ചിരി പുളിയും ഉപ്പൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പായസത്തിന് അത്രയും സംഭവങ്ങളെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കേട്ടോ. നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഒഴിക്കുന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്ത. കളർ മാറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇളക്കി മറിച്ച് ഇനി വെള്ളം പറ്റുന്ന വരെ കൈ ഇടപെടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ തന്നെയാണ് ചെയ്യുന്നതുകൊണ്ട് അടുപ്പിലെ തീയും ഞാനും കൂടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ് കേട്ടോ. തീ കൂട്ടുന്നതനുസരിച്ച് ഞാൻ ഇളക്ക് കൂട്ടും, തീ കുറയ്ക്കുന്നതനുസരിച്ച് ഞാൻ ഇളക്കം കൂടെ കുറയ്ക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ടൈപ്പിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ നല്ല സെറ്റായിട്ട് പോകുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് സാധനങ്ങളെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് വെല്ലാക്കണം. എല്ലാവർക്കും വേണം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കടലയും സകല സാധനം എല്ലാവർക്കും വേണ്ടതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ബാക്കി എല്ലാം കൂടെ കൂടി നമ്മളങ്ങനെ ഇളക്കി മറിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ നല്ല സൂപ്പറായിട്ട് പായസം ഇളക്കി പറക്കി നമുക്കിനി ആദ്യമേ നമുക്ക് കുറച്ച് പായസം കൊണ്ടുപോയി നമ്മുടെ കുഞ്ചിക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. അതെ, കുഞ്ചിൻ്റെ നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് തിന്നാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് അവൾ കഴിക്കുന്നില്ല. ചൂടാന്ന് എന്നോട് പറയുക, അമ്മ ചൂടാ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കളർ വ്യത്യാസമുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ശർക്കരയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനും കുറച്ച് കഴിച്ച് നോക്കുക കേട്ടോ. കാരണം ഞാൻ വലിയൊരു കൊതിച്ചാണ് കേട്ടോ. പായസമൊക്കെ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പായസം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.